വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയ്ക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആകും. ഗതിവിധി ഏക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ഗണ്ട് പാടേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഇവിടെ താഴെ തന്ന ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യം നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. ഇത് പാഠഭാഗത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ചോദ്യമല്ല. അതുകൊണ്ട് ആദ്യം ഈ ബോക്സിലുള്ള ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ താഴെയുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം എഴുതാൻ കഴിയൂ. നോക്കൂ. റീന പ്രതിദിൻ അപ്പനെ വിദ്യാലയ സമയ പർ ജാത്തി ഹെ. റീന എല്ലാ ദിവസവും കൃത്യസമയത്ത് സ്കൂളിൽ പോകുന്നു. വഹ് വിദ്യാലയ്ക്ക് പുസ്തകാലയസെ. അവൾ വിദ്യാലയത്തിലെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം ലേക്കർ പഠത്തി ഹെ. പുസ്തകമെടുത്ത് വായിക്കുന്നു. അവകാശ് കെ സമയ ഇന്റർവെൽ ടൈമിലെ വഹ് അപ്പനെ മിത്രോം കെ സാത്ത് ഖേൽത്തി ഹെ. അവൾ തന്റെ ഫ്രണ്ട്സുകളുടെ കൂടെ കളിക്കുന്നു. വിദ്യാലയ്ക്ക് സഫായി കാബി പൂരാ ധ്യാൻ രഖത്തി ഹെ. വിദ്യാലയത്തിന്റെ ശുചിത്വത്തിലും അവൾ പൂർണ്ണ ശ്രദ്ധ പുലർത്തുന്നു. ഇനി നമുക്ക് താഴെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. റീന കഹാംസെ പുസ്തകം ലേത്തി ഹെ. റീന എവിടെ നിന്നാണ് പുസ്തകങ്ങൾ എടുക്കുന്നത്? ബാസാർസെ, പുസ്തകാലയസെ, ഗർസെ, ദുക്കാൻസെ. എവിടെ നിന്നാണ്? ലൈബ്രറിയിൽ നിന്ന് അല്ലെ, പുസ്തകാലയസെ. നെക്സ്റ്റ്, റീന കബ് ഖേൽത്തി ഹെ. റീന എപ്പോഴാണ് കളിക്കുന്നത്? സുബഹ്, രാത് മേം, അവകാശ് കെ സമയ, ഘർ പർ. അവകാശ് കെ സമയാണ് അല്ലെ, ഇന്റർവെൽ ടൈമിലാണ് റീന കളിക്കുന്നത്. നെക്സ്റ്റ്, റീന കിസ് ബാത് കാ ധ്യാൻ രഖ്തി ഹെ. റീന എന്ത് കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്? എന്ത് കാര്യത്തിലാണ്? വിദ്യാലയ്ക്ക് സഫായി, സടക്ക് കി സഫായി, ബഗീച്ചെ കി സഫായി, ബാസാർ കി സഫായി. എന്തായിരുന്നു? വിദ്യാലയ്ക്ക് സഫായി, വിദ്യാലയത്തിന്റെ ശുചിത്വം. നെക്സ്റ്റ്, പുസ്തകാലയ്ക്ക് പുസ്തകം സുരക്ഷിത് രഖേം. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇസ് പർ ഏക് സങ്കേത് പട് തയ്യാർ കരേം. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു സൈൻ ബോർഡ് തയ്യാറാക്കുക. സൂചനാ ബോർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പാഠഭാഗത്ത് സൂചനാ ബോർഡ് അല്ലെ, സൈൻ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഹെഡിങ് ഉണ്ടല്ലോ, പുസ്തകാലയ്ക്ക് പുസ്തകം സുരക്ഷിത രഖേം, അത് തന്നെ ഒരു തലക്കെട്ടായിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1, 2, 3 ചെറിയ നിർദ്ദേശവാക്യങ്ങളും താഴെ എഴുതുക. എന്നിട്ട് അതൊരു ബോക്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. കിതാബേം ഹമാരി സച്ചി മിത്ര ഹേ. പുസ്തകം ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ് അല്ലെ. പുസ്തകം കോ ഫാടെ നഹി. പുസ്തകങ്ങളെ കീറരുത്. നെക്സ്റ്റ്, ഗതിവിധി ദോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി की नमक कथा का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ഗാന്ധിജി की नमक കഥ എന്ന ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. उन दिनों अंग्रेजों ने भारत में नमक पर ടാക്സ് ലഗാ രഖാ था. ആ നാളുകളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു. इससे नमक बहुत महंगा हो गया था. അതുകൊണ്ട് ഉപ്പ് വളരെ വിലയുള്ളതായി മാറി. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ സ്വന്തം ഉപ്പുണ്ടാക്കുന്നത് തടഞ്ഞിരുന്നു. अगर कोई अपने ही समुद्र के पानी से नमक बनाता तो उसे सजा हो सकती थी. ആരെങ്കിലും കടൽ വെള്ളത്തിൽ നിന്ന് സ്വയം ഉപ്പുണ്ടാക്കിയാൽ അവർക്ക് ശിക്ഷയും ലഭിക്കുമായിരുന്നു. ഈ താഴെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേം. ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് വായിച്ച് അതിൽ ശരിയായത് കണ്ടെത്തണം. ആദ്യത്തേത്, അംഗ്രേസോംനെ നമക്ക് പർ ടാക്സ് ലഗായാത. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു അല്ലെ, അതുകൊണ്ട് അത് ശരിയാണ്. നമുക്ക് ബഹുത്ത് സസ്താ ഹോഗയാത. ഉപ്പിന് വളരെ വിലക്കുറവായിരുന്നു. ശരിയാണോ? അല്ല, വില കൂടുതലായിരുന്നു. ലോകോം കോ നമുക്ക് ബനാനേക്ക് അനുമതി ദി. ജനങ്ങൾക്ക് ഉപ്പുണ്ടാക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു.
അനുവാദമില്ലായിരുന്നു അല്ലേ? അതുകൊണ്ട് ഇതും തെറ്റാണ്. നമുക്ക് ബനാനെ പർ സസാ ഹോ സക്തി ഉപ്പുണ്ടാക്കിയാൽ ശിക്ഷയും ലഭിക്കുമായിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ആയും ഈയുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ? അപ്പോ ഇതാണ് നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടത്. അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് മഹങ്കാ ഹോനേക്കാ കാരൺ ക്യാതാ? ഉപ്പിന് വില കൂടാൻ കാരണം എന്തായിരുന്നു? അപ്പൊ നിങ്ങൾ ഇവിടെ മുകളിൽ തന്ന ഈ ബോക്സ് വായിച്ചല്ലോ അല്ലെ? അപ്പൊ അതിനകത്ത് കണ്ടു ഉൻ ദിനോം അംഗ്രേസോം ने भारत में नमक पर टैक्स लगा रखा था इससे नमक बहुत महंगा हो गया था. ഇത് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഗതിവിധി 3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൂചന ഗുഡ് സേ പ്യാർ കവിത കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഗുഡ് സേ പ്യാർ എന്ന കവിതയുടെ ഈ ഭാഗം വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക. നോക്കൂ, സൂരജ് അപ്പനി ആഗ് സെ ഇത്തന പ്യാർ കരേ കി വഹ് ദേ സകെ ആഗ് ദുനിയാ കോ ഭി. ക്വസ്റ്റ്യൻ ആഗ് സെ ക്യാ താത്പര്യ ഹേ? ആഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് തീയ് ചൂട് എന്നത് കൊണ്ടൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ചാപ്റ്ററിൽ. എന്താണ് ആൻസർ? ആഗ് സെ താൽപര്യ ഊർജ ഹേ. നെക്സ്റ്റ് കവിതാംശ് കാ ആശയ ലിഖേ. ഇവിടെ തന്ന കവിതാഭാഗത്തിന്റെ ആശയം എഴുതുക. കവിതയുടെ ആശയം ചോദിച്ചാൽ നിങ്ങൾ കവിതയുടെ പേരും കവിയുടെ പേരും കൂടെ കൂട്ടിച്ചേർക്കണം. നമുക്കതിന്റെ ആശയം ഇങ്ങനെ എഴുതാം. കവി ശോഭനാഥ് യാദവ് की കവിത ഗുദ്സെ പ്യാർ കാ ഏക് അംശ് ഹേ. കവി ശോഭനാഥ് യാദവിന്റെ കവിത ഗുദ്സെ പ്യാർ എന്നതിന്റെ ഒരു ഭാഗമാണിത്. കവി കഹന ചാഹത്തെ ഹെ. കവി പറയാൻ ആഗ്രഹിക്കുന്നു കി ജൈസെ സൂരജ് അപ്നി റോഷ്നി ഔർ ഊർജ സബ്കോ ദേത്താ ഹെ. സൂര്യൻ അതിന്റെ പ്രകാശവും ഊർജവും എല്ലാവർക്കും നൽകുന്നു. വൈസെ ഹി അതുപോലെ തന്നെ ഹമേം ഭി നമ്മളും അപ്പനെ ഗുൺ പ്രേം ഔർ സച്ചായി ദൂസരോം കെ സാത്ത് ബാണ്ടിനി ചാഹിയെ. നമ്മുടെ നല്ല ഗുണങ്ങള് സ്നേഹം അതുപോലെ സത്യസന്ധത എല്ലാം മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ഗതിവിധി 4 നാലാമത്തെ ക്വസ്റ്റ്യൻ സാഫ് സഫായി മേം അവൽ ഗാവ് ലേഖക യഹ് അംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. സാഫ് സഫായി അവൽ ഗാവ് എന്ന ലേഖനത്തിന്റെ ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ, ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹെ. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. पूरे गांव में जगह जगह ബാംസ് സേ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗായെ ഗയെ ഹെ. ഗ്രാമം മുഴുവനും എല്ലായിടത്തും മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഗർ കഹീം ഗന്ദഗി ദിക്കായി ദേത്തി ഹെ തോ. എവിടെയെങ്കിലും അവർ വേസ്റ്റ് കണ്ടാല് ഗാവ് വാലെ തുരന്ത് സഫായി കർ ദേത്തി ഹെ. ഗ്രാമവാസികൾ സ്വയം അത് വൃത്തിയാക്കുമായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ സഹി ഓർ ഗലത്ത് ലിഖിയെ. ശരിയോ തെറ്റോ എഴുതുക. ഗാവുമേ പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. ശരിയാണ് അല്ലെ? ദെൻ ഗാവുമേ ലോഹേ സെ ഡസ്റ്റ്ബിൻ ലഗായ ഗേ ഹെ. ഗ്രാമങ്ങളില് ഇരുമ്പ് കൊണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണോ? അല്ല, മുള കൊണ്ടാണ് അല്ലെ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗാവ് വാലെ ഗന്ദഗി ദേഖകർ തുരന്ത് സഫായി കർത്തെ ഹെ. ഗ്രാമവാസികൾ വേസ്റ്റ് ഒക്കെ കണ്ടാൽ പെട്ടെന്ന് വൃത്തിയാക്കുമായിരുന്നു. ശരിയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യന് പ്ലാസ്റ്റിക് മുക്ത് ഗാവ് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ പഠിച്ചതാണല്ലോ അല്ലെ? പ്ലാസ്റ്റിക് മുക്ത് ഗാവ് എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അതിന് താഴെ ഇതുമായി ബന്ധപ്പെടുത്തി 2 സന്ദേശവാക്യങ്ങൾ കൂടി എഴുതുക. ഇവിടെ പ്ലാസ്റ്റിക് ഹട്ടാവോ ജീവൻ ബച്ചാവോ, കപ്പടേക്ക് ധൈലിക ഉപയോഗക്കരേ. വസ്ത്രത്തിന്റെ സഞ്ചികൾ ഉപയോഗിക്കുക. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യന് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത കാ യഹ് അംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. യഹ് ധർത്തി ഉസ് കിസാൻ കി എന്ന കവിതാഭാഗം വായിച്ച് താഴെ തന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ദേഖ് രഹാ ഹേ മിട്ടി മേം സോനെ കാ സപ്ന. മണ്ണിൽ സ്വർണം വിളയുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. മിട്ടി കി മഹിമ ഗാത്താ ഹേ. മണ്ണിന്റെ മഹത്വം പാടുന്നു. മിട്ടി കോ ജീവിത് രഖ്താ ഹേ. മണ്ണിന് ജീവൻ നൽകുന്നു.
ഇനി ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സോനേസെ കവി ക്യാ താത്പര്യ ഹേ. സോനേസെ കവി കാ ക്യാ താത്പര്യ ഹേ. സ്വർണം എന്നതുകൊണ്ട് കവി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? എന്തായിരുന്നു? സോനേസെ കവി കാ താത്പര്യ ഫസൽ ഹേ, വിളവ് എന്നാണ് അല്ലേ? നെക്സ്റ്റ് സഹി മിലാൻ കീജിയെ, മാച്ച് ദ ഫോളോവിങ് ചെയ്യാനാണ്. ഇവിടെ ആദ്യത്തെ സൈഡില് കിസാൻ കർഷകൻ, ബൈൽ കാള, ബീജ് വിത്ത്, പരിശ്രമം, സഫലത വിജയം, ജുവ നുകം അല്ലെ, കാളക്കൊക്കെ ഉപയോഗിക്കുന്ന നുകം, മിട്ടി മണ്ണ്, ഫസൽ വിളവ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്: കിസാൻ, മിട്ടി, ബൈൽ, ജുവ, ബീജ്, ഫസൽ, പരിശ്രം, സഫലത. അപ്പൊ 1 ഈ എന്നതിലേക്കാണ് പോകുന്നത്, 2 ആ എന്നതിലേക്ക് അല്ലെ, 3 ഈ എന്നതിലേക്കാണ് പോകുന്നത്, 4 അ എന്നതിലേക്ക്. അപ്പൊ ഇതാണ് ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതേണ്ടത്. നെക്സ്റ്റ് ഗതിവിധി ചെഹ്, ആറാമത്തെ ക്വസ്റ്റ്യൻ. കവിതാംശ് പഠേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഈ കവിതാ ഭാഗം വായിച്ച് താഴെ തന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. നോക്കൂ, ഇത് നിങ്ങളുടെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ അല്ല. ചിടിയാ റാണി ആയി ഹേ, പക്ഷി വരുന്നു. മീട്ടാ മീട്ടാ ഗാന ഗാത്തി ഹേ, മധുരമായി പാട്ടുകൾ പാടുന്നു. ദാന ചുരാക്കർ ഉഡ് ജാത്തി, ധാന്യം കൊത്തി തിന്ന് പറന്നു പോകുന്നു. സബ്കോ ഹംസിനാ സിക്കിലാത്തി, എല്ലാവരെയും ചിരിക്കാൻ പഠിപ്പിക്കുന്നു. താഴെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചിടിയ ക്യാ ഗാത്തി ഹേ, പക്ഷി എന്താണ് പാടുന്നത്? കഹാനി, മീട്ടാ മീട്ടാ ഗാന, കവിത, സമാചാർ. എന്തായിരുന്നു? മീട്ടാ മീട്ടാ ഗാന അല്ലെ. നെക്സ്റ്റ് സഹി മിലാൻ കരേ, ശരിയായത് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഹി മിലാൻ കരേ, ശരിയായത് മാച്ച് ചെയ്യണം. ഇവിടെയും മാച്ച് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നോക്കൂ, ഗാന ചുഗുക്കർ ഉഡ്ജാത്തി, ഇവിടെ ചിടിയ മീട്ടാ മീട്ട ദാന. നമ്മുടെ കവിതയെ ആസ്പദമാക്കിയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഗാന, ഗാന ഏതിലേക്കാണ് വരേണ്ടത്? മീട്ടാ മീട്ടാ ഗാന അല്ലെ, മധുരമായ പാട്ട്. ചുഗുക്കർ കൊത്തി തിന്നത് എന്താണ്? ദാന, ധാന്യമണികളാണ് കൊത്തി തിന്നുന്നത്. ഉഡ്ജാത്തി പറന്നു പോകുന്നു. ചിടിയ പക്ഷി. അപ്പൊ കുട്ടികളെ, ഇത്രയൊക്കെയാണ് ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവ നന്നായി പ്രാക്ടീസ് ചെയ്യൂ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്